ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെയർ കെയറിന് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ പാക്ക് ആണ് ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോണേ. നിങ്ങൾക്ക് ഹെയർ ഗ്രോത്ത് ആണെങ്കിലും അതുപോലെ തന്നെ ഭയങ്കര സ്മൂത്ത് ആയിട്ട് നല്ല ഷൈനിങ് ആയിട്ടുള്ള ഹെയറും കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ പറയുന്ന ഹെയർ പാക്ക് നിങ്ങൾക്ക് നല്ല രീതിയിൽ യൂസ്ഫുൾ ആവും. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ബോയ്സ് ആണെങ്കിലും ഗേൾസ് ആണെങ്കിലും നിങ്ങൾക്ക് ഒരുപോലെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഈ ഒരു ഹെയർ പാക്ക് നിങ്ങൾക്ക് കേളി ആണെങ്കിലും ഫ്രിസി ആണെങ്കിലും ഡ്രൈ ആണെങ്കിലും സ്ട്രെയിറ്റ് ഹെയർ ആണെങ്കിലും നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഹെയറിലുള്ള ആളുകൾക്കും ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് അതിന്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഹെയറിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഒരു സാറ്റർഡേ സൺഡേ ടൈമിൽ നോക്കിയിട്ട് ചെയ്യാൻ നോക്കുക. ഞാൻ റെഗുലർ ആയിട്ടുള്ള ഡേ നിങ്ങൾക്ക് ജോലിക്കൊക്കെ പോകുന്ന ആളുകളാണെങ്കിൽ ഞാൻ അത് പറയുന്നില്ല. നിങ്ങൾക്ക് വെച്ചാൽ ഇതിലേക്ക് വേണ്ടത് ഉലുവയും ഫ്ലാക്സീഡും ആണ്. ഉലുവ നിങ്ങൾക്ക് അറിയാം ഹെയർ ഗ്രോത്തിനാണെങ്കിലും നമ്മൾ സ്കാൽപ്പ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും നല്ല രീതിയിൽ ഹെയർ ഗ്രോത്ത് ഉണ്ടാവും കേട്ടോ. അത് നമ്മളിപ്പോ വെറുതെ പറയുന്നതല്ല, നല്ല രീതിയിൽ നിങ്ങൾക്ക് അതിന്റെ സിറ ആണെങ്കിലും അല്ലെങ്കിൽ പാക്ക് ഉപയോഗിക്കുകയാണെങ്കിലും സിംഗിളായിട്ട് ഉപയോഗിക്കുകയാണെങ്കിലും നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവമാണ് നമ്മൾ ഈ ഒരു ഉലുവ എന്ന് പറയുന്നത്. രണ്ടാമത്തെ വേണ്ട നമ്മൾ ഈ ഒരു ഫ്ലാക്സീഡ് ആണ്. ഫ്ലാക്സീഡ് ജെൽ നമ്മൾ നല്ല ഹെയർ നല്ല സ്മൂത്ത് ആക്കാനും അതുപോലെ തന്നെ ഗ്രോത്ത് ബ്ലഡ് സർക്കുലേഷൻ കാര്യങ്ങൾക്ക് പിന്നെ ഈ ഒരു കേളി ഫ്രിസി ആയിട്ടുള്ള ഹെയർ ഒക്കെ ആണെങ്കിൽ അത് നല്ല രീതിയിൽ സ്ട്രെയിറ്റ് ആവാൻ വേണ്ടിയിട്ടും കൂടെ ഉപയോഗിക്കുന്നതാണ് ഈ ഒരു നമ്മളൊരു ഫ്ലാക്സീഡിന്റെ ജെല്ല്. അതും കൂടി വെച്ചിട്ടാണ് ഹെയർ പാക്ക് ചെയ്യുന്നത്. നോർമൽ ഷാമ്പൂ കണ്ടീഷണർ ഉപയോഗിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വാഷ് ഔട്ട് ചെയ്യുക. ഹാർഡ് ആയിട്ടുള്ള ഷാമ്പൂ കണ്ടീഷണർ യൂസ് ചെയ്യരുത്. നിങ്ങൾക്ക് കണ്ടീഷണർ ചെയ്യണം എന്നില്ല, എന്നാലും നിങ്ങൾക്ക് ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഹെയർ ആണെങ്കിൽ എന്തായാലും കണ്ടീഷണർ ചെയ്യാം കേട്ടോ. അപ്പൊ ഇതെങ്ങനെയാ ചെയ്യേണ്ടതെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത്. അതിന് മുന്നേ നമ്മൾ ഈ ചാനലിലേക്ക് എല്ലാ പുതിയ മെമ്പേഴ്സിനും ഹാപ്പി ടു വെൽക്കം അവർ ഫാമിലി. അപ്പൊ ഞാൻ പറയുന്ന പോലെ കറക്റ്റ് ആയിട്ട് ചെയ്യുക. പിന്നെ കൂടുതൽ ടൈം വെക്കണം എന്ന് ഞാൻ പറയുന്നില്ല. മാക്സിമം ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് അതിൽ കൂടുതൽ വെക്കരുത്. ഞാൻ വെച്ചാൽ ഫ്ലാക്സീഡ് ജെല്ലിന്റെ ഒരു സൈഡ് എഫക്ട് ഞാൻ നിങ്ങൾക്ക് മുന്നത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാത്ത ആളുകളോ അല്ലെങ്കിൽ കാണാത്ത ആളുകളുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ നമ്മൾ ഐക്കാർഡ് ആയിട്ടോ ആ ഒരു വീഡിയോന്റെ ലിങ്ക് ഇടാം. അപ്പൊ എനിക്ക് വന്ന ഒരു സംഭവമാണ് ഞാൻ ആ വീഡിയോ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും വന്നിട്ടുണ്ടാവും, ചില ആളുകൾ വന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. സോ അത് കണ്ട് നോക്കുക. അതുപോലെ പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ ടൈമിന്റെ കാര്യം ശ്രദ്ധിക്കാം. ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് അതിൽ കൂടുതൽ വെക്കണ്ട. 2 സ്പൂൺ ഫ്ലാക്സീഡും 2 സ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓവർനൈറ്റ് ഉലുവ സോക്ക് ചെയ്ത് വെക്കണം. ഫ്ലാക്സീഡ് നിങ്ങൾ അങ്ങനെ സോക്ക് ചെയ്യേണ്ട. ഫ്ലാക്സീഡിൻ്റെ ജെൽ എടുത്ത് വെക്കുക. അത് കഴിഞ്ഞിട്ട് ഓവർനൈറ്റ് ചെയ്ത് സോക്ക് ചെയ്ത് വെച്ച ഉലുവയാണിത്. ഇതന്നെ നല്ല ക്വാണ്ടിറ്റിയിൽ കിട്ടും കേട്ടോ. നിങ്ങൾക്ക് ഹെയർ കൂടുതൽ ഇതിലും കൂടുതൽ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൽ കൂടുതൽ എടുക്കുക. അപ്പോൾ നമ്മൾ മിക്സിയിലിട്ട് ബ്ലെൻഡ് ചെയ്ത ഉലുവ എടുത്തിട്ട് ആ ഫ്ലാക്സീഡിൻ്റെ ജെല്ല് ഇതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കുറച്ചൊന്ന് ഇളക്കിയിട്ട് വേണം ഇത് മിക്സിയിലിട്ട് ബ്ലെൻഡ് ചെയ്യാൻ. ചിലപ്പം കുറച്ച് ടൈം എടുക്കും. പിന്നെ കുറേ ടൈം നിങ്ങളിത് ഫ്ലാക്സീഡ് ജെല്ലാക്കി വെക്കരുത്. നമ്മൾ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ആ ഒരു വെള്ളം ഇതാക്കി എടുക്കുക, തരിച്ചെടുക്കാൻ നോക്കുക. അല്ലെങ്കിൽ ഭയങ്കര രീതിയിൽ കട്ട പോലെ ആയിപ്പോൾ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, രണ്ടും കൂടെ നല്ല രീതിയിൽ മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തിട്ട് നിങ്ങളെ ഹെയറിലും സ്കാൽപ്പിലും നല്ല രീതിയിൽ അപ്ലൈ ചെയ്യുക. പിന്നെ അപ്പം തന്നെ നിങ്ങൾക്കൊരു വെയിറ്റ് വരുന്ന പോലെ തോന്നും ഹെയറിൻ്റെ മുകളിൽ. അപ്പോൾ സ്കാൽപ്പിലൊക്കെ ആദ്യം തന്നെ വേഗം അപ്ലൈ ചെയ്തിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഹെയറിൽ അപ്ലൈ ചെയ്യുക മൊത്തം. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഹെയറിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഹെയർ ഭയങ്കരമായിട്ട് വോളിയം വെച്ച പോലെ തോന്നും. അതുപോലെ തന്നെ നല്ല ഹെയർ ഗ്രോത്തും കിട്ടും. ഇതിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ ഒരു സ്മെല്ല് കാര്യങ്ങളൊന്നും അത്ര രീതിയിൽ വരുന്നില്ല. നമുക്കെന്ന് വെച്ചാൽ ഈ ഫ്ലാക്സീഡും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഉലുവേന്റെ സ്മെല്ല് ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ട് വരുന്നുണ്ട്. അത്ര സ്മെല്ല് കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ നിങ്ങൾ ഭയങ്കര കേളി ആയിട്ടുള്ള ഹെയർ ആളുകളാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ കെട്ടി വെക്കരുത്. ഇങ്ങനെ പാക്ക് അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ ചുറ്റി കെട്ടി വെക്കരുത്. നിങ്ങൾ എന്താ വെച്ചാൽ അതിങ്ങനെ തേച്ചിട്ട് ഓരോ സ്ലിറ്റ് എടുത്ത് തേച്ചിട്ട് അത് അങ്ങനെ തന്നെ വെച്ചേക്കുക. ഒരിക്കലും കെട്ടുന്നത് വെച്ചാൽ നമുക്ക് കുറച്ചും കൂടി ലെങ്ത് വെക്കുന്ന പോലെ തോന്നാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. അത് നിങ്ങൾ ഏത് പാക്കാണെങ്കിലും കുറച്ച് വെയിറ്റ് തോന്നുന്ന പാക്കാണെങ്കിൽ ഈ രീതിയിൽ വെക്കുന്നതാണ് നല്ലത്. അല്ല നിങ്ങൾക്ക് അങ്ങനെ സ്ട്രെയിറ്റ് ഹെയർ ആണ്, എനിക്ക് അങ്ങനെ ലെങ്ത് വെക്കൊന്നും വേണ്ട എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് റൗണ്ട് ചെയ്തിട്ട് നിങ്ങൾ ഹെയറിൽ മൊത്തത്തിൽ തേച്ച് പിടിപ്പിച്ചിട്ട് അങ്ങനെ തന്നെ വെക്കുക, സെറ്റ് ചെയ്ത് വെക്കുക. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരുന്നു നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് ഹെയർ കെയറിന്റെ കാര്യത്തിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഹെയറിന് കൊടുക്കാൻ പറ്റും. നമുക്ക് നല്ല രീതിയിൽ ഗ്രോത്ത് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ പറ്റിയൊരു ഹെയർ പാക്ക് ആണിത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി വരുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.